Calculate the coordinate of the point P in the picture. ചിത്രത്തിൽ P എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഒറിജിൻ എന്ന് പറയുന്ന O00 തന്നിട്ടുണ്ട്. പിന്നെ 40 തന്നിട്ടുണ്ട്. 03 തന്നിട്ടുണ്ട്. ഇതിൽ P യുടെ സൂചക സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. ഈ തന്നിട്ടുള്ളത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്കറിയാം അല്ലേ? ഞാൻ അതിനൊരു പേര് കൊടുത്തു, ABC എന്നുള്ള ഒരു പേര് കൊടുത്തു. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം, കാരണം ഒറിജിനിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് ഒരു ആംഗിൾ 90 ഡിഗ്രി വരുമ്പോൾ എ ബിയുടെ നീളത ഇവിടുന്ന് 00 നിന്നും 40 ഇവിടുന്ന് 4 യൂണിറ്റ് ഉണ്ട്, ഇവിടുന്ന് 3 യൂണിറ്റ് ഉണ്ട്, 0 നിന്നും 03 3 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ എ സിയുടെ നീളം 3 എന്ന് കിട്ടി, എ ബിയുടെ നീളം 4 എന്ന് കിട്ടി. ഇനി ഇതിൽ ചില ആംഗിളുകൾ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഇവിടെ ആംഗിൾ ബിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. ഒരു ത്രികോണത്തിൽ 3 കോണുകൾ കൂട്ടിയാൽ 180 ആണ് കിട്ടുക. അതിൽ എ എന്ന് പറയുന്ന കോണ് 90 ആണ്. അപ്പൊ ഈ സിയും ബിയും കൂട്ടിയഞ്ഞ് ബാക്കി എത്ര കിട്ടണം? 90 കിട്ടണം. അതിൽ ബി എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 90 എക്സ് മൈനസ് ചെയ്താൽ പോരെ അല്ലെ? അപ്പൊ 90 മൈനസ് എക്സ് ഉണ്ടാവും. ഇനി അതിൽ 2 ത്രികോണങ്ങളാണ് നമുക്കുള്ളത്. ആ 2 ത്രികോണങ്ങൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതാ ഈ താഴെയുള്ള ഈ ത്രികോണം എടുത്ത്, ചെയ്ത് പി എ ബി എന്ന് പറയുന്ന ത്രികോണം എടുത്ത്, ഈ ത്രികോണത്തിലെ പി എ ബി എന്ന് പറയുന്ന ഈ ആംഗിള് 90 മൈനസ് എക്സ് എടുത്തു. കാരണം ഇവിടെ എക്സ് ആണല്ലോ, ബി എക്സ് അല്ലേ? ബി എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പി എ ബി എന്ന് പറയുന്നത് ഒരു ത്രികോണാണ്. അതിൽ ഈ ആംഗിൾ പി എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്. അപ്പൊ ഈ മറ്റു രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പൊ അതിൽ ഒന്ന് എക്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റത് 90 മൈനസ് എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എ പി എത്രയായിരിക്കും? ടോട്ടൽ ഇത് ടോട്ടൽ 90 ആണല്ലോ, അതിൽ ഇത് 90 മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരും? എക്സ് വരും. ഞാൻ ആ ചിത്രം ഒന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ആംഗിള് എ എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രിയാണ്. എ എന്ന് പറയുന്ന ആംഗിള് 90 ഡിഗ്രിയാണ്. ഇനി ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് എടുത്തു, ബി എന്ന് പറയുന്ന ആംഗിളിനെ ഞാൻ എക്സ് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എന്തായിരിക്കും? 90 മൈനസ് എക്സ്. എങ്ങനെ അവിടെ 90 മൈനസ് എക്സ് വന്നത്? കാരണം ഒരു ത്രികോണത്തിലെ 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 ആണ് കിട്ടുക. അതിൽ ഒരു കോണ് 90 ആണ്. അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 180 90 പോയാൽ ബാക്കി 90. അതിൽ ഒരു ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ എത്രയായിരിക്കും? 90 ആംഗിൾ മൈനസ് ചെയ്താൽ പോരെ. ഇനി ഈ ചെറിയ ത്രികോണം എടുത്തു, പി എ ബി എന്ന് പറയുന്ന ഈ ചെറിയ ത്രികോണം. അതിൽ ഈ കോണ് 90 ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് അല്ലെ? 3 കോണ് കൂട്ടുമ്പോൾ 180 ആണ്. അതിൽ 90 ഇവിടെ ഉണ്ട്, ബാക്കി ഇനി 90, അതിൽ എക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ 90 മൈനസ് എക്സ്. ഇനി ഇപ്പുറത്തോട്ട് വരുമ്പോ ഈ ആംഗിൾ മുഴുവനായിട്ട് 90 ആണ്. അതിൽ 90 മൈനസ് എക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പുറത്ത് എത്ര ഉണ്ടാവും? എക്സ് ഉണ്ടാവും. അപ്പോ ഈ 2 ത്രികോണങ്ങൾ നോക്കുമ്പോൾ, ഇപ്പൊ കോണുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ 2 ത്രികോണങ്ങൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാം. ഇതിൽ 3 കോണുകളും തുല്യമാണ്. ത്രികോണത്തിന്റെ 3 കോണുകൾ തുല്യമായാൽ ആ ത്രികോണങ്ങൾ സദൃശ്യമായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ത്രികോണം എ ബി പി സിമിലർ ടു ത്രികോണം എ സി പി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ റേഷ്യോ, അംശബന്ധം തുല്യമായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം വലിയ ത്രികോണത്തിൽ എക്സിന് ഓപ്പോസിറ്റ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സിന് ഓപ്പോസിറ്റ് എ പി. അപ്പൊ ഇപ്പുറത്തെ ത്രികോണത്തിൽ എക്സിന് ഓപ്പോസിറ്റ് സി പി. അപ്പൊ എ പി ബൈ സി പി. ഇനി 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ബി പി. ഇവിടെ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് എ പി. അപ്പൊ ബി പി ബൈ എ പി. ഇനി ഇവിടെ 90 ഓപ്പോസിറ്റ് എ ബി, ഇവിടുത്തെ 90 ഓപ്പോസിറ്റ് എ സി. അപ്പൊ എ ബി ബൈ എ സി. ഇനി നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്. എ ബി ബൈ എ സി നമുക്കറിയാം 4/3 ആണ്. ആ വാല്യൂ ഞാൻ ഇവിടെ കൊടുത്തു. അതായത് എ പി ബൈ സി പി എന്ന് പറയുന്നതും ബി പി ബൈ എ പി എന്ന് പറയുന്നതും 4/3 തുല്യമാണ്. ഇനി ഈ സിയുടെയും പിയുടെയും അവിടെ എത്രയാണ് വരിക നോക്കിയാൽ മതി. സി പിയുടെ സ്ഥാനത്ത് വരുന്നത് 3 ആണ്. എ പിയുടെ സ്ഥാനത്ത് വരുന്നത് എത്രയാ? 4 ആണ്. ഇത് റേഷ്യോ ആണ്, അംശബന്ധാണ്. നമുക്ക് കാണേണ്ടതും സി പി ഈസ് ടു പി ബി ആണ്, അല്ലെങ്കിൽ പി ബി ഈസ് ടു സി പി ആണ്. അപ്പൊ സി പി ഈസ് ടു പി ബി ആണ് എടുത്തു. സി പിയുടെ സ്ഥാനത്ത് വരുന്നത് എത്രയാ? 3. ബി പിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ പി ബിയുടെ സ്ഥാനത്ത് വരുന്നത് എത്രയാ? 4. അപ്പൊ 3:4. അപ്പൊ റേഷ്യോ കിട്ടിയില്ലേ? ഇനി നമുക്ക് എക്സ് കാണാലോ. എക്സ് ഈക്വൽ ടു
x1 plus p by w into x2 minus x1. ഓക്കെ, അപ്പോ p നെ ഞാൻ 3 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് തുടങ്ങണം ഈ 3 എന്തായിട്ട് തുടങ്ങണം? x1 y1 ആയിട്ട് തുടങ്ങണം. ഈ 4 എന്തായിട്ട് എടുക്കണം? x2 ആയിട്ട് എടുക്കണം. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ 0, p എത്രയാണ്? 3, w 3 4 കൂട്ടിയാൽ 7, x2 എന്ന് പറയുന്നത് 4, അപ്പൊ 4 മൈനസ് 0, 4 0 പോയാൽ 4. ഓക്കെ, 0 കൂട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിനെ കിട്ടാൻ നമുക്കറിയാലോ. അപ്പൊ 3 × 4 12, അപ്പൊ 12/7. ഇനി y കാണാനും അതേപോലെ തന്നെ y1 plus p by w. y1 എത്രയാ? 3, p എത്രയാ? 3, y2 എത്രയാ? 0. അപ്പൊ 3 plus 3/7 into 0 minus 3. 0 minus 3 എത്രയാണ്? -3. ഓക്കെ, അപ്പൊ 3 plus 3/7 into -3. 3 into -3 ചെയ്യുമ്പോൾ -9 കിട്ടും. ഓക്കെ, അപ്പൊ 3 plus -9/7. ഇനി ഇത് ചെയ്യാം. 3 into 7 21, പിന്നെ -9/7. 21 9 പോയാൽ 12 കിട്ടും. 12/7. അപ്പൊ എക്സും വൈയും സെയിം ആണ്. അപ്പൊ പിയുടെ സൂചകസംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? 12/7, 12/7. ഓക്കെ, ആദ്യം ത്രികോണങ്ങൾ സദൃശമാണെന്ന് തെളിയിച്ചു. റേഷ്യോ വെച്ചിട്ട് നമ്മൾ സൈഡ് എഴുതി, സൈഡിന്റെ റേഷ്യോ എടുത്തു, പിന്നെ എക്സും വൈയും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ.